അപ്പോൾ നമ്മുടെ വീട്ടിലെ പുതിയ പൂച്ചക്കുട്ടന്മാർ ദേ ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഈ ചെയറിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ. പെട്ടെന്ന് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് നല്ല ഉറക്കമാണ്. അപ്പോൾ അവിടെ നിന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവനെ ട്യൂഷൻ കൊണ്ടാക്കാനായിട്ട് ഞങ്ങളിന്ന് രണ്ടുപേരും കൂടെ ആയിട്ട് പോകുന്നത്. കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ടൗണിലുള്ളൊരു ട്യൂഷൻ സെൻറ്ററിലാട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നേരെ കൊണ്ടാക്കി, നല്ല മഴ പെയ്തുകൊണ്ട് ഓടിക്കയറി പോയിട്ടോ അവൻ. പിന്നെ നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ച് ഐറ്റംസാണ് കേട്ടോ വാങ്ങിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തപ്പിയെടുത്ത് വാങ്ങിക്കാൻ തുടങ്ങിയത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് ഒരു മന്ത്ലി ഫസ്റ്റ് വീക്കിൽ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് നോക്കി മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. പ്രൈസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ ലൈഫിൽ. ആരുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ക്യാഷ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും എമൗണ്ട് നോക്കി എത്രയാണ് വ്യത്യാസം, എത്രയാണ് ഡിസ്കൗണ്ട് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത്. പിശുക്കിന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എക്സ്പയറി ഡേറ്റ്. അതും കൂടെ നമ്മൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഒരു 1, 2, 3 ദിവസമാണ് വ്യത്യാസം വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും എടുക്കാതിരിക്കുകയാണ് നല്ലത്. പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ ഉള്ള സാധനങ്ങളൊക്കെ ഏകദേശം തന്നെ അത് നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ലൈവ് ആയിട്ടുള്ള ഫുഡി ഐറ്റംസാണ് പ്രത്യേകം അത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ പച്ചക്കറി ഐറ്റംസ് എനിക്ക് കുറച്ചാട്ടോ വാങ്ങിക്കാനുണ്ടായിരുന്നത്. ഇപ്പോൾ നേരെ ആക്കി വരുന്നതും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെയും പോയി. നിറയെ ഞണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ട്രോളിങ് ആയതുകൊണ്ട് തന്നെ മീനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഇപ്പോൾ നല്ല കുശാലാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുറച്ച് വേസ്റ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് പതുങ്ങിയിരിക്കും കേട്ടോ എന്നെ കണ്ടപ്പോഴത്തേക്കും. പിന്നെ വന്ന് പതുക്കെ 2 പൂച്ചക്കുട്ടന്മാരും പിന്നെ ഇവരുടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. അവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവരും വന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് അത്രയേ ഉള്ളൂ.